ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ പിക്കപ്പ് വാനിന് മുകളിലേക്ക് ഗാർഡർ വീണ് മരിച്ച രാജേഷിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. ഹരിപ്പാട് പള്ളിപ്പാട്ടിലെ വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. 8 മണിയോടെ മൃതദേഹം സംസ്കരിക്കും. സിബി ജോസഫ് വിവരങ്ങൾ നൽകും. സിബി, എപ്പോഴാണ് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്? ഒപ്പം തന്നെ സംസ്കാര ചടങ്ങുകൾ എപ്പോൾ ആരംഭിക്കും? അനീഷ, അരമണിക്കൂർ മുമ്പാണ് ഈ രാജേഷിന്റെ മൃതദേഹം ഹരിപ്പാട് പള്ളിപ്പാടുള്ള വീട്ടിൽ എത്തിച്ചത്. ഇപ്പോൾ പ്രാർത്ഥനാ കർമ്മങ്ങളും മറ്റും പുരോഗമിക്കുകയാണ്. ഒരു നാട് ഒന്നാകെ ഈ രാജേഷിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഒഴുകിയെത്തിയിട്ടുണ്ട്. രാജേഷിന്റെ മരണവിവരം അറിഞ്ഞപ്പോൾ തന്നെ രാവിലെ തന്നെ ആളുകൾ വീട്ടിലേക്ക് എത്തിയിരുന്നു. പിന്നീട് ഇപ്പോൾ മൃതദേഹം ഏറ്റുവാങ്ങി എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന ഈ സമയത്ത് വളരെ വലിയൊരു ജനക്കൂട്ടം തന്നെ, ഒരു വലിയ ജനാവലി തന്നെ ഈ അനീഷിന്റെ കൊച്ചു വീടിന്റെ പരിസരത്ത് ഇപ്പോൾ ഉണ്ട്. എല്ലാ നാട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം തന്നെയും ഇപ്പോൾ രാജേഷിന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് യാത്രാമൊഴി നൽകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. വളരെ വൈകാരികമായ ഒരു രംഗങ്ങളാണ്. രാജേഷിന് ഭാര്യ, 2 മക്കൾ, അതിൽ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും, അതിൽ മകൾ നേരത്തെ തന്നെ ചെറുപ്പം മുതൽ തന്നെ പ്രമേഹ രോഗി കൂടിയാണ്. വാർദ്ധക്യ സഹജരായ അച്ഛനും അമ്മയും. ഈ ഒരു കുടുംബത്തിലെ ഏക അഭിമാനിയായിരുന്നു രാജേഷ്. ഈ ജോലികൾ എല്ലാ ജോലിയും ചെയ്തുകൊണ്ടായിരുന്നു ഈ കുടുംബം പോറ്റിയിരുന്നത്. വളരെ വലിയ സാമ്പത്തിക ബാധ്യതയുള്ള ഈ കുടുംബത്തിന് ഏക അഭിമാനിയായിരുന്ന രാജേഷിന്റെ വിയോഗം ഇവിടെ ബന്ധുക്കൾക്ക് മാത്രമല്ല നാട്ടുകാർക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു വളരെ വൈകാരികമായ ഒരു രംഗങ്ങൾ കണ്ടു നിൽക്കാൻ കഴിയാത്തത്തോളം സങ്കടകരമായ ഒരു കാഴ്ചയാണ് രാജേഷിന്റെ മൃതദേഹത്തിൽ ഇപ്പോൾ ഈ വീട്ടിലെത്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് തമിഴ്നാട്ടിലേക്ക് ജോലിയുടെ സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജേഷ് ഈ വാഹനവുമായി, അല്ലെങ്കിൽ മുട്ട ലോഡ് ചെയ്യുന്ന വാഹനവുമായി പോവുകയും തിരിച്ചു വരുമ്പോഴാണ് അരൂർ ദേശീയപാതയിൽ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഈ ഗർദർ വീണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തത്. പിന്നീട് ജോലിക്ക് പോയ രാജേഷിന്റെ മൃതദേഹം രാജേഷ് ഒരു മൃതദേഹമായി വീട്ടിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അത് ആ കുടുംബത്തിന് താങ്ങാനാവുന്ന ഒന്നല്ല. അത് ആ ഒരു വൈകാരികമായ രംഗങ്ങളാണ് ആ വീട്ടിലുള്ളത്. എന്തായാലും 8 മണിക്ക് ശേഷം രാജേഷിന്റെ മൃതദേഹം സംസ്കരിക്കും. ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കുകയാണ്. രാജേഷിന്റെ വീടിന്റെ ഭാഗത്തിന് വീട്ടുവളപ്പിൽ തന്നെയാണ് മൃതദേഹം സംസ്കരിക്കുന്നത്. മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവും ഈ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ MLA കൂടിയായ രമേശ് ചെന്നിത്തല ഇവിടെ ഉണ്ട്. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളും രാജേഷിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. 8 മണിയോടെ സംസ്കരിക്കും. ശരി, സിബി ജോസഫാണ് രാജേഷിന്റെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.